ദൈവമാതാവിനോടുള്ള എളിമയുടെ സമർപ്പണം. ഈ ചെറിയ വാചകത്തിൽ 3 പ്രധാന കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. വിളിച്ചു പ്രാർത്ഥിക്കൽ, എളിമ, അടുപ്പം. ദൈവമാതാവിൻ്റെ മാതൃത്വം. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് മറിയം വെറുമൊരു സ്ത്രീയല്ല, മറിച്ച് ദൈവപുത്രൻ്റെ അമ്മയാണ്. സ്വർഗത്തിൽ നമുക്കായി ശുപാർശ ചെയ്യുന്ന വലിയൊരു മധ്യസ്ഥയാണ് അമ്മ. ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ മറിയത്തെ വിളിക്കുമ്പോൾ ഒരു കുട്ടി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത് പോലെയുള്ള ഒരു സുരക്ഷിത ബോധമാണ് വിശ്വാസിക്ക് ലഭിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലെത്തിക്കാൻ ഏറ്റവും അനുയോജ്യമായ വഴി അമ്മയുടെ വിമല ഹൃദയമാണെന്ന് ഈ സംബോധനയിലൂടെ നമ്മൾ ഏറ്റുപറയുന്നു. എളിമയുടെ പ്രാധാന്യം. ഈ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എളിയവർ എന്നതാണ്. ദൈവത്തിനു മുൻപിൽ നാം ഒന്നുമല്ലെന്നും അവിടുത്തെ കരുണയില്ലാതെ നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നുമുള്ള വലിയ തിരിച്ചറിവാണിത്. മറിയത്തിൻ്റെ ജീവിതം തന്നെ എളിമയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു. ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ താഴ്ത്തിയ മറിയത്തോട് നമ്മളും നമ്മുടെ അഹങ്കാരങ്ങളെയും കഴിവുകളെയും മാറ്റിവെച്ച് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. എളിമയുള്ളവരുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. അമ്മയുടെ പക്കലേക്ക് അടുക്കുക. അങ്ങയുടെ പക്കലേക്ക് അടുപ്പിക്കണമേ എന്ന യാചനയിലൂടെ വിശ്വാസി ആഗ്രഹിക്കുന്നത് അമ്മയുമായുള്ള ആത്മീയമായ ഒരു ബന്ധമാണ്. ഈ ലോകത്തിലെ തിരക്കുകൾക്കും പാപങ്ങൾക്കുമിടയിൽ നാം പലപ്പോഴും ദൈവത്തിൽ നിന്നും ദൈവമാതാവിൽ നിന്നും അകന്നു പോകാറുണ്ട്. ആ അകൽച്ച മാറ്റി അമ്മയുടെ സ്നേഹവലയത്തിനുള്ളിലേക്ക് വരാനുള്ള അതിയായ ആഗ്രഹമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അമ്മയോട് അടുക്കുക എന്നാൽ അമ്മയുടെ പുത്രനായ ഈശോയോട് അടുക്കുക എന്ന് കൂടിയാണ് അർത്ഥം. ഈ പ്രാർത്ഥന ഒരു ആത്മപരിശോധനയാണ്. ലോകത്തിൻ്റെ വലിയ കാര്യങ്ങൾക്കിടയിൽ നാം ദൈവത്തെ മറന്നുപോകുമ്പോൾ ദൈവത്തിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് എളിമയുടെ പാതയിലൂടെ സ്വർഗത്തിലേക്ക് തിരികെ വരാൻ ഈ വരികൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. സ്വന്തം കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് അമ്മയുടെ സഹായം തേടുന്ന ഒരു ഭക്തന്റെ ഹൃദയമാണ് ഈ പ്രാർത്ഥനയിൽ തെളിയുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.